വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 3 ഹോട്ട് ടോപ്പിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചാണ്. അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള്, പഞ്ചായത്തി രാജ്, ഗ്രാമസഭ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലെ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണുള്ള ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 14 ജില്ലാ പഞ്ചായത്തുകളും 87 മുനിസിപ്പാലിറ്റികളും അതുപോലെ തന്നെ 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. അങ്ങനെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മൊത്തം എണ്ണം ചോദിച്ചാൽ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. അങ്ങനെ കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ആരാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ അഥവാ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അവരാണ് ഈ പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും കോർപ്പറേഷനെയും അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടത്തുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എന്ത് നടത്തുന്നു? തിരഞ്ഞെടുപ്പ് നടത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എന്താണ് വനിതാ സംവരണം എത്രയാണ് എന്ന് ചോദിച്ചാൽ 50% വനിതാ സംവരണം എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1994 കേരള പഞ്ചായത്തി രാജ് നിയമം. കേരള പഞ്ചായത്തി രാജ് നിയമം എന്താണ്? 73-ാം ഭേദഗതി പ്രകാരം അല്ലെ 1993 1990 ഇത് നിയമമാണ്. നിയമം പഞ്ചായത്തി രാജ് നിയമം. ഇനി ഇത് നിലവിൽ വന്നത്, പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1994 ഏപ്രിൽ മാസം 23-ാം തീയതി പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നു. ഈ പഞ്ചായത്തി രാജ് നിയമപ്രകാരം ഒരു പഞ്ചായത്തിന് ഒരു സമിതി ഉണ്ട്. ആ സമിതിക്ക് 5 വർഷത്തെ കാലയളവാണുള്ളത്. 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. ത്രിതല പഞ്ചായത്ത് ആക്ട് 1994 ഏപ്രിൽ 23 നിലവിൽ വന്നു എങ്കിൽ കേരളത്തിൽ മുനിസിപ്പാലിറ്റി ആക്ട്, മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് എന്നാണ്? മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 1994 മെയ് മാസം 30-ാം തീയതിയാണ്. 1994 മെയ് മാസം 30-ാം തീയതിയാണ് മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത്. ഇനി ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എന്ത് നടക്കും? എലക്ഷൻ ഒക്കെ നടക്കും. എലക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികൾ ഉണ്ട് അല്ലെ. ആ ജനപ്രതിനിധികൾ എങ്ങനെ ഭരിക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പരിശീലനം നൽകാനായിട്ട് ഒരു സർക്കാർ സ്ഥാപനം ഉണ്ട്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില എന്ന് പറയും. അത് 1990 നിലവിൽ വന്നു. അത് തൃശ്ശൂർ ജില്ലയിൽ മുളങ്കുന്നത്ത് കാവാണ് എന്തിന്റെ ആസ്ഥാനം? കിലയുടെ ആസ്ഥാനം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. 1990 നിലവിൽ വന്നത് തൃശ്ശൂരിലാണ്. ഇനി അടുത്തത്, കേരള പഞ്ചായത്തി രാജ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പഞ്ചായത്തി രാജിന്റെ ഘടന എങ്ങനെയാണ്? പഞ്ചായത്തി രാജ് ഒരു ത്രിതല ഘടനയാണ്. പഞ്ചായത്തി രാജിന് ത്രിതല ഘടനയാണ്. ത്രിതല ഘടന എന്ന് പറയുമ്പോൾ എങ്ങനെയിരിക്കും? അതായത് ഏറ്റവും മുകൾ തട്ടിലായിട്ട് ജില്ലാ പഞ്ചായത്ത് ഉണ്ടാവും, നടുക്ക് ആരുണ്ടാവും? ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടാവും, ഏറ്റവും താഴെ തട്ടിൽ ആരുണ്ടാവും? ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവും അല്ലെ. അങ്ങനെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. മധ്യസ്ഥാനത്ത് ആരാണ്? ബ്ലോക്ക് പഞ്ചായത്താണ്. മുകൾ തട്ടിൽ കാണപ്പെടുന്നത് ആരാണ്? ജില്ലാ പഞ്ചായത്താണ്. അത് മനസ്സിലാക്കാം. പഞ്ചായത്തി രാജിന്റെ മുകൾ തട്ട് നമ്മുടെ ഏതാണ്? ഏറ്റവും മുകളില് ജില്ലാ പഞ്ചായത്താണ്.
ഓരോ ഗ്രാമപഞ്ചായത്തിനെയും ചെറിയ ചെറിയ വാർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ വാർഡിലും ആരുണ്ട്? ഒരു വാർഡ് മെമ്പർ ഉണ്ട്. ആരുള്ളത്? വാർഡ് മെമ്പർ. ആ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ച് എന്നാണ് പേര്. വാർഡ് മെമ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ പഞ്ച് എന്ന് പറയാം. ഇനി ഇനി ഈ എന്താ പറയാ, വാർഡ് മെമ്പർമാർ എന്നറിയപ്പെടുന്ന ഒരു പ്രതിനിധി ഉണ്ട് അല്ലെ, അതായത് ഒരു വാർഡില്. ഇനി അടുത്തത് പഞ്ചായത്തി രാജില് സർപഞ്ച് എന്ന് പറയുന്ന ഒരു സർപഞ്ച് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ആ സർപഞ്ചിനെ തിരഞ്ഞെടുക്കുന്നത് ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോണ്ട, പക്ഷെ നമുക്ക് ഗ്രാമസഭയെ കുറിച്ച് മനസ്സിലായിരിക്കണം. ഗ്രാമസഭ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ പദത്തെ കുറിക്കുന്നത്, അല്ലെങ്കിൽ അത് എവിടെയാണ്? 243A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ്. അതായത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിർബന്ധമായിട്ടും ഗ്രാമസഭകൾ രൂപീകരിച്ചോളണം എന്ന് 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നുണ്ട്. അത് 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയില് ആർട്ടിക്കിൾ 243A പറയുന്നത്. എന്ത് വേണം? ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ നിന്ന് ഉത്തരം നമുക്ക് കിട്ടുന്ന ഒരു യോഗമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. നമുക്ക് എന്താക്കാം? ആവശ്യമുള്ള ഗ്രാമത്തിലെ ജനങ്ങൾക്ക്, വാർഡിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. പഞ്ചായത്ത് തലത്തിലെ ഗ്രാമീണ മേഖലയിലെ വാർഡുകളിലെ പ്രായപൂർത്തിയായ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു കൂട്ടം ആളുകളുടെ സഭയാണ്. അപ്പോൾ ഈ പ്രായപൂർത്തിയായ നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള എല്ലാ ആൾക്കാർക്കും ഗ്രാമസഭ അംഗമായിട്ട് പോവാം, ഗ്രാമസഭയിലേക്ക് പോകാം കേട്ടോ. ഇനി ഒരു സാമ്പത്തിക വർഷത്തിൽ 3 മാസത്തിൽ ഒരിക്കൽ, ഒരു സാമ്പത്തിക വർഷത്തിൽ 3 മാസത്തിൽ ഒരിക്കൽ എന്ന ക്രമത്തിൽ 3 മാസത്തിൽ ഒരിക്കൽ എന്ന ക്രമത്തിൽ 4 ഗ്രാമസഭകൾ രൂപീകരിക്കണം. 4 ഗ്രാമസഭകൾ. കേരളത്തിലെ ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള മിനിമം അംഗസംഖ്യ ആകെ അംഗസംഖ്യയുടെ 1/10 ഭാഗമാണ്. അംഗസംഖ്യയുടെ 1/10 ഭാഗം ഉണ്ടെങ്കിലാണ് ഗ്രാമസഭ രൂപീകരിക്കാൻ പറ്റുള്ളൂ. ആരാണ് അംഗസംഖ്യ? പ്രായപൂർത്തിയായ ആ വാർഡിലെ പ്രായപൂർത്തിയായ വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്കാരാണ് അതിലെ എന്തെന്ന് പറയുന്നത്? ആകെയുള്ള അംഗസംഖ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ അതിന്റെ 1/10 ഭാഗമെങ്കിലും ഗ്രാമസഭയിൽ വേണം എന്നാണ് എന്ത് പറയുന്നത്? ഈ നമ്മുടെ ആർട്ടിക്കിൾ 243A 73ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങള് തീരുമാനിക്കുന്നതിൽ വേദിയാണ് ഗ്രാമസഭ. ഗ്രാമസഭയുടെ കൺവീനർ ആര്? ഗ്രാമസഭയുടെ കൺവീനർ ആര് എന്ന് ചോദിച്ചാൽ വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭയുടെ കൺവീനർ. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നതും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതും അതിന് നേതൃത്വം കൊടുക്കുന്നതും ഒക്കെ തന്നെ വാർഡ് മെമ്പർ ആണ്. ഗ്രാമസഭയിൽ അധ്യക്ഷം വഹിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനും അധ്യക്ഷ സ്ഥാനത്ത് വഹിക്കാം. ഇനി ഗ്രാമസഭയുടെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാവുമല്ലോ, ആ സെക്രട്ടറി തന്നെയാണ്, പഞ്ചായത്തിന്റെ സെക്രട്ടറി തന്നെയാണ്, പഞ്ചായത്ത് സെക്രട്ടറി തന്നെയാണ് ഗ്രാമസഭയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട എന്താ പറയുന്നത് ഒരു പഞ്ചായത്തി രാജിന്റെ ഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ടീച്ചർ ചോദിച്ച ചോദ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഈ കാര്യങ്ങളെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രയാൻ. ഈ ചന്ദ്രയാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഇതുമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കണം. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യത്തിന്റെ പേരാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേഷണ ദൗത്യമാണ്, ഫസ്റ്റ് ദൗത്യത്തിനെയാണ് നമ്മൾ ചന്ദ്രയാൻ 1 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ്. വിക്ഷേപിച്ച വാഹനം PSLV-C11 എന്ന് പറയുന്ന വാഹനമാണ്. PSLV-C11 എന്ന് പറയുന്ന വാഹനമാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. അങ്ങനെ ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? M അണ്ണാദുരൈ എന്ന് പറയുന്ന ആളായിരുന്നു. M അണ്ണാദുരൈ എന്ന് പറയുന്ന ആളായിരുന്നു. ആ സമയത്ത് ISRO ചെയർമാൻ ഡോക്ടർ G മാധവൻ നായർ ആയിരുന്നു. ഡോക്ടർ G മാധവൻ നായർ ആയിരുന്നു. ഇനി ചന്ദ്രയാൻ എന്താ പറയാ ചന്ദ്രന്റെ ദക്ഷിണപഥത്തിൽ ചന്ദ്രയാൻ 2008 നവംബർ 8 ചന്ദ്രയാൻ എത്തേണ്ടായി.
ഭാരതത്തിന്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം മൂൺ ഇമ്പാക്ട് പ്രോബ് ആണ്. മൂൺ ഇമ്പാക്ട് പ്രോബ് ആണ്. മൂൺ ഇമ്പാക്ട് പ്രോബ്. ആ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ 2008 നവംബർ 14 പതിച്ചത്. അങ്ങനെ ചന്ദ്രനിൽ പതാക പാറിക്കുന്ന 4ാമത്തെ രാജ്യമായി ആര് മാറി? ചന്ദ്രനിൽ പതാക പതിക്കുന്ന 4ാമത്തെ രാജ്യമായി ആര് മാറി? ഇന്ത്യ മാറി ട്ടോ. ഇനി ചന്ദ്രയാന്റെ പ്രവർത്തനം, ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ചതായി 2009 ഓഗസ്റ്റ് 29 ISRO പ്രഖ്യാപിച്ചു. അടുത്ത് നമ്മള് ചന്ദ്രയാൻ 2വിനെയാണ് പറയുന്നത്. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 2. 2019 ജൂലൈ മാസം 22 വിക്ഷേപിച്ചു. വിക്ഷേപിച്ചത് GSLV MK3M1 എന്ന് പറയുന്നതാണ് അതിന്റെ വിക്ഷേപണ വാഹനം. ആ സമയത്ത് പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? വനിത മുത്തയ്യ. ആരാണ്? വനിത മുത്തയ്യ. ആ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? കെ ശിവനാണ് ISRO ചെയർമാൻ. കെ ശിവനായിരുന്നു അല്ലെ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം പര്യവേക്ഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഓർബിറ്ററും ലാൻഡറും റോവറും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ISROന്റെ ദൗത്യം. അപ്പൊ എന്തൊക്കെയാണ് കൊണ്ടുപോയത്? ഓർബിറ്റർ അല്ലെ. ഓർബിറ്റർ, അതുപോലെ തന്നെ ലാൻഡർ, ഓർബിറ്റർ, ലാൻഡർ, റോവർ അല്ലെ. ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ISROയുടെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത്. ഇനി വിക്ഷേപിച്ചത് നമ്മൾ പറഞ്ഞു 2019 എന്താണ്? ജൂലൈ 22 രണ്ടാമത്തെ ചന്ദ്രയാൻ 2 മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. 2023 ജൂലൈ മാസം 14 വിക്ഷേപിച്ചു. LVM-3 M4 എന്നതായിരുന്നു വിക്ഷേപണ വാഹനം. ആ സമയത്ത് ആരായിരുന്നു പ്രോജക്ട് ഡയറക്ടർ? പി വീരമുത്തുവേലാണ്. വീരമുത്തുവേലാണ്. ആ സമയത്ത് ISRO ചെയർമാൻ S സോമനാഥുമായിരുന്നു. S സോമനാഥ് ട്ടോ. S സോമനാഥ് ആയിരുന്നു. അടുത്തത് എന്താണ് പറയുന്നത്? ഇവിടെ ഈ ചന്ദ്രയാൻ 3 അല്ലെ വിക്ഷേപണ വാഹനം നമ്മൾ പറഞ്ഞു ഭ്രമണപഥത്തിൽ 2023 ഓഗസ്റ്റ് 5 എന്താണ്? ഭ്രമണപഥത്തിലെത്തി. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഓഗസ്റ്റ് 23 ലാൻഡറിന്റെ പേര് എന്താണ്? ഇതിലെ ലാൻഡറിന്റെ പേര്? ലാൻഡറിന്റെ പേര് വിക്രം എന്നും റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നുമാണ്. ലാൻഡറിന്റെ പേര് വിക്രം, റോവറിന്റെ പേര് എന്താണ്? പ്രഗ്യാൻ എന്നാണ്. ഇനി ചന്ദ്രയാൻ 1ന്റെ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രോപരിതലത്തിൽ ഹാർഡ് ലാൻഡ് ചെയ്ത പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത്, ചന്ദ്രയാൻ 1ന്റെ പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത് ജവഹർ പോയിന്റ് എന്നാണ്. ജവഹർ പോയിന്റ് എന്നാണ്. ജവഹർ പോയിന്റ് എന്നാണ്. ചന്ദ്രയാൻ 2 വിക്രം ലാൻഡർ ക്രാഷ് ലാൻഡ് നടത്തിയ പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? തിരങ്ക പോയിന്റ് എന്നാണ്. തിരങ്ക പോയിന്റ് എന്നാണ്. ചന്ദ്രയാൻ 3യുടെ നമ്മൾ വിളിക്കുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. ശിവശക്തി പോയിന്റ് എന്നാണ്. ഇത്രയും കാര്യങ്ങൾ ചന്ദ്രയാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങൾ. ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങൾ പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്. അതില് എന്താ? കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് നമ്മൾ പറയുന്നത്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് കൊതുകാണ്. ക്യൂലെക്സ് തന്നെ പെൺകൊതുകാണ്. ക്യൂലെക്സ് പെൺകൊതുക്. ഇനി അടുത്തത് മലേറിയ പരത്തുന്നത് ആരാണ്? അനോഫിലസ് എന്ന് പറയുന്ന പെൺകൊതുകാണ്. അനോഫിലസ് പെൺകൊതുകാണ് മലേറിയ പരത്തുന്നത്. ഇനി അടുത്തത് ഡെങ്കിപ്പനി, അതുപോലെ തന്നെ ചിക്കുൻഗുനിയ. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ എന്നിവ രണ്ടും പരത്തുന്നത് ഈഡിസ് ഈജിപ്തി ആണ്. ഈഡിസ് ഈജിപ്തി. ഏതാണ്? ഈഡിസ് ഈജിപ്തി. ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകാണ് ഈഡിസ്. ഇനി അടുത്തത് മഞ്ഞപ്പനി പരത്തുന്നത് മഞ്ഞപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി തന്നെയാണ്. സിക്ക പരത്തുന്നത് ഈഡിസ് ഈജിപ്തി ഉണ്ട്, ഈഡിസ് ആൽബോപിക്ടസ് ഉണ്ട്. ഈജിപ്തി ഉണ്ട്, അതുപോലെ തന്നെ ഈഡിസിന്റെ തന്നെ ആൽബോപിക്ടസ്.
അത് ചിക്കൻ ഗുനിയും ആൽബോപിക്ടസ് ആണെന്നാണ് പറയുന്നത്. ഈഡിസ് ആൽബോപിക്ടസ് ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പ്ലേഗ് പരത്തുന്നത്. പ്ലേഗ് ഇത് മറ്റു ഷഡ്പദങ്ങളെ കുറിച്ചാണ് പറയണേ. പ്ലേഗ് പരത്തുന്നു എന്താണ്? എലിച്ചെള്ള്. പ്ലേഗ് പരത്തുന്നത് എലിച്ചെള്ളാണ്. ഇനി അടുത്തത് ടൈഫസ് പരത്തുന്നത്. ടൈഫസ് പരത്തുന്നത്. ടൈഫസ് പരത്തുന്നത് ചെള്ളും അതുപോലെ തന്നെ പേനുമാണ്. ചെല്ലും അതുപോലെ തന്നെ പേന് പേൻ, ഇത് രണ്ടുമാണ്. ഇനി അടുത്തത് സാൻഡ് ഫ്ലൈ പനി എന്നാണ്. സാൻഡ് ഫ്ലൈ എന്നറിയപ്പെടുന്ന ഒരു പനിയുണ്ട്. അത് പരത്തുന്നത് സാൻഡ് ഫ്ലൈ തന്നെയാണ്. ആരാണ്? സാൻഡ് ഫ്ലൈ തന്നെയാണ്. സാൻഡ് ഫ്ലൈ പനി പരത്തുന്നത് സാൻഡ് ഫ്ലൈ തന്നെയാണ്. ഓറിയന്റൽ സോറ്. ഓറിയന്റൽ സോർ അത് പരത്തുന്നതും ആര് തന്നെയാണ്? സാൻഡ് ഫ്ലൈ തന്നെയാണ്. അപ്പൊ ഇത്രയാണ് മറ്റു ഷഡ്പദങ്ങൾ പരത്തുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് കൊതുക് മാത്രമാണ്. അപ്പൊ 3 ടോപ്പിക് അല്ലേ പഠിച്ച. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്സില്. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.